ഒരു കൃഷ്ണഭക്ത ആയിരുന്നു മഞ്ജുള. ഗുരുവായൂരിൽ ആയിരുന്നു അവളുടെ വീട്. എല്ലാ ദിവസവും ഭഗവാന് ഒരു മാല കെട്ടിക്കൊടുക്കുന്നത് പതിവ് ആയിരുന്നു. മഞ്ജുള ഒരു ദിവസം മാലയുമായി അമ്പലത്തിൽ എത്തുമ്പോഴേക്കും നട അടച്ചിരുന്നു. ദുഃഖത്തോടെ നിൽക്കുന്ന മഞ്ജുളയെ കണ്ട പൂന്താനം കാര്യം അന്വേഷിച്ചു. ദൂരെ ഉള്ള ഒരു ആൽമരം കാണിച്ചുകൊണ്ട് പൂന്താനം പറഞ്ഞു, ഈ മരത്തിന്റെ ചുവട്ടിലുള്ള കല്ലിൽ ഭഗവാനെ സങ്കൽപ്പിച്ച് മാല ചാർത്താൻ. മഞ്ജുളയുടെ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു മഞ്ജുളയുടെ മനസ്സിന്റെ ദുഃഖം തീർത്തു കൊടുത്തു. പിറ്റേ ദിവസം മാല നൽകാനായി അമ്പലത്തിൽ എത്തിയ മഞ്ജുളയുടെ കൂടെ എവിടുന്നോ തന്റെ കൂടെ കൂടിയ ഒരു കാലിച്ചെറുക്കൻ ഉണ്ടായിരുന്നു. കാലിച്ചെറുക്കന്റെ കൂടെ കണ്ട് എന്ന അപരാധത്തിൽ അമ്പലത്തിൽ കയറ്റിയില്ല. തൊട്ടടുത്ത ദിവസം നിർമ്മല്യത്തിനായി നട തുറന്ന മേൽശാന്തി ഭഗവാന്റെ അലങ്കാരം ഒരെണ്ണായി മാറ്റാൻ തുടങ്ങി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല. ഈ മാല ആവട്ടെ തലേദിവസം മേൽശാന്തി ചാർത്തിയതും അല്ല. ഇത് കണ്ട് പരിഭ്രാന്തരായവരോട് പൂന്താനം പറഞ്ഞു, ഇത് മഞ്ജുള ചാർത്തിയ മാല ആണ്. ഇന്നലെ കണ്ട കാലിച്ചെറുക്കൻ ശ്രീ ഗുരുവായൂരപ്പനാണ്. അവരെ കണ്ട് മാപ്പ് അപേക്ഷിക്കൂ, തിരിച്ചു കൊണ്ടുവരൂ. മഞ്ജുളയെ കണ്ട് മാപ്പ് അപേക്ഷിച്ചു തിരിച്ചു കൊണ്ടുവന്ന് അതിൽ ഭഗവാൻ സംപ്രീതനായി. ഭക്ത ആയ മഞ്ജുള ചാർത്തിയ മാല സ്വീകരിച്ച എന്നു മുതൽ ഈ ആലിന് മഞ്ജുള ആൽ എന്ന് പേർ കിട്ടി.